we are going to the next video. New topic ിലേക്കാണ് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോംസ്. പാരാമെട്രിക് ഫോംസിലുള്ള ഫങ്ഷൻസിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ്? അപ്പം എന്താണ് പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഇപ്പം നമുക്കൊരു തേർഡ് വേരിയബിൾ വെച്ച് നമുക്ക് ഫങ്ഷൻസ് തരുവാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാരാമീറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മളത് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. എ റിലേഷൻ എക്സ്പ്രസ്ഡ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഇൻ ദ ഫോം x is equal to f of t, y is equal to g of d is said to be parametric form. ഇതൊന്ന് എഴുതി വെക്കേണ്ട കാര്യമായിട്ട് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതായത് എക്സും വൈയും വിത്ത് റെസ്പെക്ട് ടു എ തേർഡ് വേരിയബിൾ, അതായത് എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും വിത്ത് റെസ്പെക്ട് ടു എ തേർഡ് വേരിയബിൾ, വേറൊരു വേരിയബിളിൻ്റെ ബേസിൽ എക്സ്പ്രസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പാരാമീറ്റർ. എക്സ് എന്ന് പറയുന്നത് നമുക്ക് എഫ് ഓഫ് ടി എന്നും വൈ ഇസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്നും തരുവാണ് എന്നുണ്ടെങ്കിൽ ടി എന്ന് പറയുന്നത് വേരിയബിൾ ആണ്, അല്ലാതെ ദാറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുലയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഈ ഫോർമുലയാണ് കേട്ടോ എഴുതി വെക്കേണ്ടത്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. എന്താണ് ഫോർമുല? പാരാമെട്രിക് ഫോമിൻ്റെ ഫോർമുല. ഡി വൈ ബൈ ഡി എക്സ് കാണാൻ പറയുമ്പോൾ എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് കണ്ടുപിടിക്കണം? ഡി വൈ ബൈ ഡി ടി കാണണം, ദെൻ നെക്സ്റ്റ് ഡി എക്സ് ബൈ ഡി ടി കാണണം. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? ഫസ്റ്റ് തന്നെ എല്ലാവരും ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതാം. Find dy by dx if x is equal to a cos theta, y is equal to a sin theta. x is equal to a cos theta, y is equal to a sin theta എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പാരാമീറ്റർ എന്താ? ടി അല്ല, ഇവിടെ തീറ്റയാണ് പാരാമീറ്റർ. അപ്പോൾ തീറ്റ എന്ന് പറയുന്നതാണ് പാരാമീറ്റർ. അപ്പോൾ നമുക്ക് ഏറ്റവും തന്നെ ഫോർമുല എഴുതുവാണ് നമ്മൾ. എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു dy by dx is equal to എന്താണ്? dy by d തീറ്റ. തീറ്റ നേരത്തെ ആ ഫോർമുലയിൽ പറഞ്ഞ പോലെ ഡി ടിക്ക് പകരം ഡി തീറ്റയാണ് കേട്ടോ. dx by d തീറ്റ. അപ്പോൾ dy by dx is equal to dy by d തീറ്റ divided by dx by d തീറ്റ. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് dy by d തീറ്റയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ dy by d തീറ്റ is equal to, ഏറ്റവും ആദ്യം വൈ എന്ന് പറയുന്നത് എ സൈൻ തീറ്റ ആണല്ലോ. അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. അപ്പം എ കോസ് തീറ്റയാണ് ഡി വൈ ബൈ ഡി തീറ്റ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡി എക്സ് ബൈ ഡി തീറ്റ. ഇതാണ് എക്സ് എന്ന് പറയുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ, ദാറ്റ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ദെൻ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ, ദാറ്റ് ഈസ് മൈനസ് സൈൻ തീറ്റ. ഓക്കെ, മൈനസ് സൈൻ തീറ്റ. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ, ദാറ്റ് ഈസ് എ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ മൈനസ് എ സൈൻ തീറ്റ. എയും എയും ക്യാൻസൽ ചെയ്ത് പോയി. മൈനസ് എന്തായിരിക്കും വരായെന്നൊന്ന് പറഞ്ഞേ? കോസ് ബൈ സൈൻ. കോസ് ബൈ സൈൻ നമുക്ക് എന്ത് എഴുതാം? കോസ് ബൈ സൈൻ എന്ന് പറയുന്നത് കോട്ട് തീറ്റ. അപ്പം മൈനസ് കോട്ട് തീറ്റ. ക്ലിയർ ആയോ എല്ലാവർക്കും എങ്ങനെയാ പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ടി സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 2at. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ടി സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 2at. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു എ ടി സ്ക്വയർ വൈ ഇസ് ഈക്വൽ ടു 2at. ഇത് പാരാമീറ്റർ. ഇവിടെ പാരാമീറ്റർ എന്താ? ടി ആണ്, തീറ്റയല്ല. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതുവാണ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താണ് ഫോർമുല? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി. എന്താണോ പാരാമീറ്റർ
അതിനനുസരിച്ച് വേണം നമ്മൾ ഫോർമുല എഴുതാൻ. dx/dt. പാരാമീറ്റർ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എ ആണോ പാരാമീറ്റർ? അല്ല. നമുക്ക് സാധാരണ മെയിനായിട്ട് പാരാമീറ്റർ വരാറുള്ളത് ഒന്നുകിൽ തീറ്റ, അല്ല എന്നുണ്ടെങ്കിൽ ടി. ഓക്കെ, അപ്പോൾ dy/dt ഡിവൈഡഡ് ബൈ dx/dt. അപ്പോൾ ആദ്യം നമ്മൾ dy/dt കാണുവാണ് കേട്ടോ. അപ്പോൾ dy/dt ഈക്വൽ ടു y എന്ന് പറയുന്നത് 2at ആണ്. ഇപ്പോൾ dy/, അതിൻ്റെ ഡെറിവേറ്റീവ് 2a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ടി എന്ന് പറയുന്നത് എന്താ? ടിയുടെ ഡെറിവേറ്റീവ് 1. അതായത് ടി എന്നൊക്കെ പറയുന്ന ഒരു വേരിയബിൾ ആയതുകൊണ്ട് തന്നെ വിത്ത് റെസ്പെക്ട് ടു dy/dx ചെയ്യുമ്പോൾ എക്സ് എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെയും ടി കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഏതിലാണോ dy/dx വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ എക്സ് എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് അതേപോലെ തന്നെ dy/dt ചെയ്യുമ്പോൾ ടി എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത്, അല്ല എക്സ് എങ്ങനെയാണോ കൺസിഡർ ചെയ്യുന്നത് അതേപോലെ തന്നെ ടി കൺസിഡർ ചെയ്യണം. അപ്പോൾ ടിയുടെ ഡെറിവേറ്റീവ് 1. അപ്പോൾ 2a × 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 2a. ഇനി നെക്സ്റ്റ് എന്താണ്? dx/dt. dx/dt എന്തായിരിക്കും? dx/dt ഈക്വൽ ടു, നമുക്ക് എക്സ് എന്ന് പറയുന്നത് at² ആണ്. സോ a ഈസ് ദ കോൺസ്റ്റൻറ്റ് a ഇൻറ്റു t², ദാറ്റ് ഈസ് x² പോലെ കൺസിഡർ ചെയ്യുമ്പോൾ x² ഡെറിവേറ്റീവ് 2x. അപ്പോൾ t² ഡെറിവേറ്റീവ് 2t ദാറ്റ് ഈസ് ഈക്വൽ ടു 2at. ഓക്കെ, അപ്പോൾ dy/dx ഈക്വൽ ടു എന്തായിരിക്കും വരിക? dy/dx ഈക്വൽ ടു dy/dt എന്ന് പറയുന്നത് 2a ഡിവൈഡഡ് ബൈ 2at. 2aയും 2aയും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി 1/t. ക്ലിയർ ആയോ എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത് പാരാമെട്രിക് ഫോം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് dy/dx ഇഫ് x is equal to a into theta plus sin theta, y is equal to a into 1 minus cos theta. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഏറ്റവും തന്നെ ഫോർമുല എഴുതുവാണ്. dy/dx is equal to, എന്താണ് dy/dx എന്ന് പറയുന്നത്? ഇവിടെ പാരാമീറ്റർ എന്താ? തീറ്റയാണ് പാരാമീറ്റർ. അപ്പോൾ dy/d ഡിവൈഡഡ് ബൈ dx/d. ഏറ്റവും തന്നെ dy/d ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ dy/d ഈക്വൽ ടു എന്തായിരിക്കും? dy/d കാണുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് y എന്ന് പറയുന്നത്. അപ്പോൾ dy/d ഈക്വൽ ടു എ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 0 മൈനസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ ദാറ്റ് ഈസ് പ്ലസ്. അപ്പോൾ എ സൈൻ തീറ്റ എന്നല്ല വരുന്നത്, മൈനസും മൈനസും പ്ലസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എ സൈൻ തീറ്റ എന്ന് വരുന്നു. ഇനി അതേപോലെ തന്നെ അടുത്ത എന്ത് കാണണം നമുക്ക്? dx/d കാണാം. നമുക്ക് dx/d ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് എന്താ? a ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് എക്സ് പോലെ കൺസിഡർ ചെയ്യാം. അപ്പോൾ എക്സ് പോലെ കൺസിഡർ ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ തീറ്റയുടെ ഡെറിവേറ്റീവ് 1 മൈനസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഓക്കെ, നെക്സ്റ്റ് dy/dx എന്ന് പറയുന്നത് dy/d ഡിവൈഡഡ് ബൈ dx/d. അപ്പോൾ എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ a ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഇതിൽ എയും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് തീറ്റ. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത്? പാരാമെട്രിക് ഫോം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആയല്ലോ? പാരാമെട്രിക് ഫോമിൻ്റെ ഹോംവർക്കുകൾ ചെയ്യാം കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ്, ദെൻ സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത്, ആദ്യത്തെ 4 ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ.